ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ആധുനിക അറബി സാഹിത്യത്തിലെ ഒരു അധികായനെക്കുറിച്ചാണ്. ബദർ ഷാക്കിർ അൽ സയ്യാബ്. അദ്ദേഹത്തെ മാറ്റുനിർത്തിക്കൊണ്ട് നമുക്ക് മോഡേൺ അറബിക് പോയട്രിയെക്കുറിച്ച് സംസാരിക്കാനേ കഴിയില്ല. എന്തുകൊണ്ടാണെന്നോ? കാരണം അദ്ദേഹത്തിന്റെ ജീവിതം അതുതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ കവിത. അപ്പോൾ അറബിക് കവിതയുടെ ആധുനിക മുഖം മനസ്സിലാക്കാൻ നമുക്ക് അദ്ദേഹത്തിന്റെ ആ ജീവിത കഥയിലൂടെ ഒന്ന് സഞ്ചരിക്കാം. തുടങ്ങാമല്ലേ? അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ബദർ ഷാക്കിർ അൽ സയ്യാബ്. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട വാക്ക് ഫ്രീ വേഴ്സ് അല്ലെങ്കിൽ അശ്ശിഅറുൽ ഹുർ എന്നാണ്. അദ്ദേഹമായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പയനിയർ. അതായത് നൂറ്റാണ്ടുകളായി തുടർന്നു പോകുന്ന അറബി കവിതയുടെ ആ കർശനമായ നിയമങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് കവിതയ്ക്കൊരു പുതിയ സ്വാതന്ത്ര്യം കൊടുത്ത വിപ്ലവകാരി. പ്രത്യേകിച്ച് UGC നെറ്റ് പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്തു വെച്ചോളൂ. ഇത് അറബിക് കവിതയുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതിയൊരു സംഭവമാണ്. ശരി, അപ്പോൾ ആരായിരുന്നു ഈ വിപ്ലവകാരി? എവിടെ നിന്നാണ് അദ്ദേഹം വരുന്നത്? നമുക്ക് അദ്ദേഹത്തിന്റെ കഥയുടെ തുടക്കത്തിലേക്ക് പോകാം. അദ്ദേഹത്തിന്റെ ജനനം, കുട്ടിക്കാലം, വിദ്യാഭ്യാസം, ഇറാഖിലെ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയ ആ ജീവിതം അദ്ദേഹത്തിന്റെ കവിതയെ എത്ര ആഴത്തിൽ സ്വാധീനിച്ചു എന്നു നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ. 1926 ഇറാഖിലെ ബസ്രയിലുള്ള ജയ്ക്കൂർ എന്ന ഗ്രാമത്തിലാണ് സയ്യാബ് ജനിക്കുന്നത്. പഠനത്തിനായി അദ്ദേഹം ബാഗ്ദാദിലെ ദാറുൽ മുഅല്ലിമീൻ അൽ ആലിയയിൽ ചേർന്നു. പക്ഷേ ഇവിടെ രസകരമായൊരു ട്വിസ്റ്റുണ്ട്. അദ്ദേഹം ആദ്യം പഠിക്കാൻ തിരഞ്ഞെടുത്തത് അറബിക്കായിരുന്നു. പക്ഷേ പിന്നീടത് മാറ്റി ഇംഗ്ലീഷ് തിരഞ്ഞെടുത്തു. 1948 ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അദ്ദേഹം ബിരുദം നേടി. ഈയൊരു തീരുമാനം അത് വെറുമൊരു വിഷയമാറ്റമായിരുന്നില്ല. പാശ്ചാത്യ സാഹിത്യലോകത്തേക്കുള്ള ഒരു വാതിലായിരുന്നു അത്. ആ പരിചയമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ കവിതകളെ അടിമുടി മാറ്റിമറിച്ചത്. വിദ്യാഭ്യാസം കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടം. അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ജീവിതവും രാഷ്ട്രീയ ഇടപെടലുകളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ശാന്തമായ കാലഘട്ടമായിരുന്നില്ല. ഒരേ സമയം തന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനും ചുറ്റും നടക്കുന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റുകളിൽ പിടിച്ചു നിൽക്കാനും അദ്ദേഹം പാടുപെട്ടു. ഈയൊരു സംഘർഷം അദ്ദേഹത്തിന്റെ ജീവിതത്തെയും തീർച്ചയായും അദ്ദേഹത്തിന്റെ കവിതകളെയും വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ശരിക്കും പറഞ്ഞാൽ 2 മുഖങ്ങളുണ്ടായിരുന്നു. ഒരു വശത്ത് നോക്കിയാൽ അധ്യാപകൻ, പത്രപ്രവർത്തകൻ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, അങ്ങനെ സർഗാത്മകവും പ്രൊഫഷണലുമായ ഒരു ജീവിതം. പക്ഷേ മറുവശത്തെന്തായിരുന്നു? രാഷ്ട്രീയത്തിന്റെ പേരിൽ ജയിൽവാസം, സ്വന്തം നാട് വിട്ട് കുവൈത്തിലേക്ക് പോകേണ്ടി വന്ന അവസ്ഥ, പിന്നെ രോഗത്തിന്റെ വേദനകൾ. ഈ 2 ലോകങ്ങൾ തമ്മിലുള്ള വടംവലിയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും തീവ്രമായ, ഏറ്റവും ശക്തമായ കവിതകൾ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കരിയർ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഒരിടത്തും അദ്ദേഹത്തിന് സ്ഥിരമായി നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. റമാദയിൽ ഒരു ടീച്ചറായിട്ടാണ് തുടങ്ങം. പിന്നെ അദിഫാവ് എന്ന പത്രത്തിൽ ജേർണലിസ്റ്റായി. അതുകഴിഞ്ഞ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഡയറക്ടറേറ്റിൽ ഒരു ക്ലർക്കായി. അവസാനം പാകിസ്ഥാൻ എംബസിയിലും ജോലി ചെയ്തു. കണ്ടില്ലേ ഈ തുടർച്ചയായ മാറ്റങ്ങൾ? അത് അദ്ദേഹത്തിന്റെ ജീവിതം എത്രമാത്രം പ്രക്ഷുബ്ധമായിരുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ്. ജീവിതം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു. പക്ഷേ അതിനിടയിലും അദ്ദേഹം അറബി സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ അത് അവിശ്വസനീയമാണ്. ശരി, നമുക്കിനി അദ്ദേഹത്തിന്റെ ആ അനശ്വരമായ കൃതികളിലേക്ക് കടക്കാം. അദ്ദേഹം സാഹിത്യ ലോകത്തിന് സമ്മാനിച്ച ആ നിധികളിലേക്ക്. ഇതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരം, അസ്ഹാറുൻ ദാബില, വാടിയ പൂക്കൾ എന്നും മലയാളത്തിൽ പറയാം. 1947 ഇത് പുറത്തിറങ്ങുന്നത്. സാഹിത്യ ലോകത്തേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു ഇത്. ആ പേരുപോലെ തന്നെ ഒരു തരം വിഷാദം, ഒരു മെലങ്കളി തുടക്കം മുതലേ അദ്ദേഹത്തിന്റെ കവിതകളുടെ ഒരു ഭാഗമായിരുന്നു. ഓക്കേ, ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഒന്ന്. ഹൽ ഖ്യാന ഹുബ്ബൻ. ഇതാണ് ഫ്രീ വേഴ്സിൽ അദ്ദേഹം എഴുതിയ ആദ്യത്തെ കവിത. വർഷം ഓർത്തു വയ്ക്കണം, 1947. ഈ ഒരൊറ്റ കവിതയിലൂടെ അദ്ദേഹം ചെയ്തതെന്താണെന്ന് വെച്ചാൽ, നൂറ്റാണ്ടുകളായി ആരും തൊടാൻ ധൈര്യപ്പെടാതിരുന്ന ക്ലാസിക്കൽ അറബിക് കവിതയുടെ നിയമങ്ങളെയാണ് അദ്ദേഹം പൊളിച്ചെഴുതിയത്. ഒരു പുതിയ കാവ്യലോകത്തിന് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മറ്റു ചില പ്രധാനപ്പെട്ട വർക്കുകൾ നോക്കൂ. അസാത്ത് വീർ, അൽ മഅബദ് അൽ ഖരീഖ്, ഷനാശീൽ ഇബ്നത്ത് അൽ ചലബി. ഇവയെല്ലാം പ്രശസ്തമാണ്. പക്ഷേ ഇതിലെല്ലാം മുകളിൽ നിൽക്കുന്ന ഒന്നാണ് ഉൻഷുദത്തുൽ മത്തുർ, അതായത് മഴയുടെ ഗീതം.
1960-ലാണിത് വരുന്നത്. ഇത് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസായിട്ടാണ് കണക്കാക്കുന്നത്. സ്വന്തം ജീവിതത്തിലെ വേദനകളും ഇറാഖിന്റെ രാഷ്ട്രീയ അവസ്ഥയും മഴ എന്ന ഒരൊറ്റ സിമ്പലിലൂടെ അദ്ദേഹം ഒരുമിപ്പിക്കുകയാണ് ഈ കവിതയിലെ. ഈ പേരുകളും വർഷങ്ങളും പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, മറക്കരുത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരുപക്ഷെ ഏറ്റവും വേദനാജനകമായ അവസാന ഘട്ടത്തിലേക്കാണ് ഇനി പോകുന്നത്. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ യുദ്ധം ഏതെങ്കിലും രാഷ്ട്രീയ ശക്തികളോടായിരുന്നില്ല, അത് സ്വന്തം ശരീരത്തോടായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ ചികിത്സകൾക്കായുള്ള ഒരു യാത്രയായിരുന്നു. ഒരു സാധാരണ നടുവേദനയായിട്ടാണ് അസുഖം തുടങ്ങിയത്, പക്ഷേ അത് പതിയെ വഷളായിക്കൊണ്ടിരുന്നു. 1962-ൽ അദ്ദേഹം ചികിത്സയ്ക്കായി ബെയ്റൂട്ടിലേക്ക് പോയി. അവിടെ നിന്ന് തിരിച്ച് ബസ്രയിലെത്തി. പക്ഷേ അസുഖം മാറിയില്ല. അവസാനത്തെ പ്രതീക്ഷയായി അദ്ദേഹത്തെ കുവൈറ്റിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഒടുവിൽ ആ വേദനകൾ നിറഞ്ഞ യാത്ര അവസാനിച്ചു. 1964-ൽ സ്വന്തം നാടായ ഇറാഖിൽ നിന്നും ഒരുപാടകലെ കുവൈറ്റിലെ അമീറിയ ഹോസ്പിറ്റലിൽ വെച്ച് ബദർ ഷാക്കിർ അൽ സയ്യാബ് ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ കഥ അവിടെ തീർന്നില്ല. മരണശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം തിരിച്ച് ബസ്രയിലേക്ക് തന്നെ കൊണ്ടുവന്നു. എവിടേക്കാണെന്നോ, അദ്ദേഹം ജനിച്ച, അദ്ദേഹത്തിന്റെ കവിതകളിൽ എപ്പോഴും ജീവിച്ചിരുന്ന ആ ജയ്ക്കൂർ ഗ്രാമത്തിനടുത്തേക്ക്. അവിടെ ഹസൻ അൽ ബസ്രിയുടെ ഖബർസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. അങ്ങനെ ആ ജീവിതയാത്ര തുടങ്ങിയ ഇടത്തേക്ക് തന്നെ അദ്ദേഹം തിരിച്ചെത്തി. അപ്പോൾ നമ്മൾ ഈ കഥ മുഴുവൻ കേട്ടു. എന്താണിത് നമ്മളോട് പറയുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ. ഇറാഖിലെ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ജനിച്ച് ജീവിതം മുഴുവൻ വേദനയും രാഷ്ട്രീയ സംഘർഷങ്ങളും അനുഭവിച്ച ഒരൊറ്റയാള് എങ്ങനെയാണ് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു സാഹിത്യത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തുമ്പോഴാണ് ബദർ ഷാക്കിർ അൽ സയ്യാബ് എന്ന കവിയുടെ യഥാർത്ഥ വലുപ്പം നമുക്ക് മനസ്സിലാവുക. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.